തമിഴന്മാർ വന്ന് ചെയ്തത് മുല്ലപ്പെരിയാറിൻ്റെ സെൻറ്ററിലൂടെ കോറിങ് ചെയ്ത് അതിലേക്ക് കമ്പിയും സിമെൻറ്റും ഇറക്കി കോളങ്ങളായി അറസ്റ്റ് ചെയ്ത് നിർത്തിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ കോളം ഉള്ളൂ. ഈ കോളം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പൊട്ടുന്ന സമയത്ത് കോളം ബാക്കി നിന്ന് ആ പഴയ അതിൻ്റെ സെൻറ്ററിലുള്ള എല്ലാ സാധനവും ഒഴുകിപ്പോവും. കോളം ഒരു പക്ഷേ അവിടെ നിന്ന് കോളം വാർത്ത് മുകളിൽ നേരെ കോൺക്രീറ്റ് ചെയ്ത് ഒരു ബെൽറ്റ് പോലെ അസ്ഥിക്കൂടമായിട്ട് അത് അവിടെ നിന്നൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ലെങ്കിൽ അതും അടിവാരി പോരും. അവിടെ നിൽക്കാൻ പ്രയാസമാണ്. അത്ര കുത്തി ഒഴുകി പോരുമ്പോൾ ഒഴുകുക എന്നല്ല, ഡാം തകർന്ന് വീഴുക എന്ന് പറഞ്ഞു. അത്രയും ഹൈറ്റിൽ നിന്ന് പെട്ടെന്ന് വന്ന് വീഴുക, അങ്ങനെ ഉണ്ടാവുക. അതിൻ്റെ ആഘാതം അറിയണമെങ്കിൽ കടലിൽ ചെന്നിട്ട് നല്ല തിരമാലയുള്ള സമയത്ത് കടലിൽ ചെന്ന് നോക്കിയാൽ മതി. തിര കയറി ഇറങ്ങിപ്പോകുന്ന സമയത്ത് അടുത്ത തിരയുമായി ഇടിച്ച് മുറിഞ്ഞു വീഴും. ആ സമയത്ത് അതിൻ്റെ അകത്തേക്ക് ചെന്ന് കൊടുത്താൽ അത് ചെല്ലുന്ന വെയിറ്റിൽ നേരെ പൂഴിൽ ചെന്നടിക്കും. ഇവിടെ 1 മീറ്റർ ഹൈറ്റ് 2 മീറ്റർ ഹൈറ്റ് മാക്സിമം കാണും. അപ്പോൾ ഇത് വരുന്ന ഹൈറ്റ് 10-25 ഫ്ലോറുള്ള ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ നിന്ന് ടക്ക് നിറ പൊട്ടി വരിക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രഹരം ആർക്കും താങ്ങാൻ കഴിയില്ല. അവിടെയുള്ള ഭൂമി തന്നെ കുഴിഞ്ഞ് താഴേക്ക് പോകും. അത്രക്കും വലിയ ആഘാതമായിരിക്കും. പിന്നെ വരുന്ന വരവെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഈ ചെറിയൊരു വെള്ളപ്പാച്ചിലൊന്ന് കണ്ടു നോക്കൂ, എന്തുമാത്രം കല്ലുകളാണ് വരുന്നത്. എങ്ങനെ രക്ഷപ്പെടുക? ശരിക്കും ഈ മിണ്ടാതിരിക്കുന്ന മലയാളികൾ എന്താ വിചാരിച്ചത്? ഈ മുല്ലപ്പെരിയാർ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ വീഗാലാൻഡിലൊക്കെ പോയി വെള്ളത്തിൽ കളിക്കുമ്പോൾ അങ്ങനെ കളിക്കാൻ പറ്റണോ? അല്ലാതെ എന്തുകൊണ്ടാണ് ഇത് പ്രതികരിക്കാത്തത്? ഒന്നും മനസ്സിലാവില്ല. കേരളത്തിൽ ഏറ്റവും വലിയ പ്രതിഷേധം നടക്കേണ്ട ഒരേ ഒരു വിഷയം ഇന്ന് നിലനിൽക്കുന്നത് മുല്ലപ്പെരിയാർ മാത്രമാണ്. ഇത്രത്തോളം ഗൗരവമുള്ള മറ്റൊരു വിഷയം ഇന്ന് കേരളത്തിലില്ല. ജീവനുണ്ടെങ്കിലല്ലേ മറ്റു കാര്യങ്ങൾക്കെല്ലാം ആവശ്യമുള്ളൂ. ആരുടെ ജീവൻ ബാക്കിയുണ്ടാവില്ല. ഈ മന്ത്രിമാരൊന്നും ഉണ്ടാവില്ല, നമ്മളെ രക്ഷിക്കാൻ വന്ന ഈ പൊതുപ്രവർത്തകർക്കും ഉണ്ടാവില്ല. എല്ലാവരും കൊണ്ടുപോകും. എല്ലാവരും ഈ മുറിഞ്ഞ് കാല് മുറിഞ്ഞ് വയറ് പൊട്ടി കുടല് പുറത്തായി തല മുറിഞ്ഞ് എല്ലാം കൂടെ ഉണ്ട് അവർ പോക്ക്. നേരെ ചെന്ന് അങ്ങ് അറബിക്കടലിലേക്ക് അങ്ങ് തള്ളിക്കയറ്റി ഈ അറബി മീൻ മലയാളി ഫുഡ് അടിച്ച് സുഖമായിട്ട് അവിടെ ഡാൻസ് കളിക്കും. അതാണ് ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാലുള്ള. ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുന്ന 10:30 പൊട്ടിയ 10:20 ഈസ്റ്റ് ഇവിടെ എത്തും, 10:15 അവിടെ എത്തും, അവിടെ നിന്ന് ഇവിടെ വരും, ഇവിടെ നിന്ന് അവിടെ. ഇതൊന്നുമല്ല, പൊട്ടിയിട്ടൊരു വരവുണ്ട്. ഇടുക്കി ഡാം ഇതിനെ കണ്ടെയ്ൻ ചെയ്യും, സേവ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പ്രസ്താവന, ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. എന്ത് ഇടുക്കി ഡാം? ഒഴുകി വരെ വെള്ളം അടിച്ച് വരുമ്പോൾ ഇതെല്ലാം അടിച്ച് പൊട്ടിച്ച് പോവും. പിന്നെ ഒന്നും പറയാനില്ല. ഇടുക്കിയിലെ വെള്ളം ഇത്രയും ലിറ്റർ കിടക്കുന്ന ആ വെള്ളം എല്ലാം കൂടി ചേർന്നൊരു വരവുണ്ട്. അതായത് കേരളത്തിലെ കറക്റ്റ് ക്ലീൻ ആക്കിക്കൊണ്ട് നിരപ്പാക്കിക്കൊണ്ട് ഒരു പോക്ക് പോകും. പിന്നെ ശാസ്ത്രത്തിനെ പറ്റി പഠിച്ച ആളുകളെല്ലാം പറയുന്നുണ്ട്, വെള്ളം കടലിലേക്ക് അടിച്ച് കയറുമ്പോൾ വെള്ളം പിന്മാറിപ്പോവും. പിന്നെ വെള്ളത്തിന് തിരിച്ചൊരു വരവുണ്ട്. അത് സുനാമിയായി വന്നുകൊണ്ട് ഈ തമിഴ്നാട് കേരളത്തിൻ്റെ ബാക്കി അവശേഷിക്കുന്ന ജില്ലയെല്ലാം തുടച്ച് നീക്കി വൃത്തിയാക്കി ശുദ്ധ ഭൂമിയാക്കി കടല് തിരികെ പോകുമെന്ന് പറയുന്നു. ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും മുല്ലപ്പെരിയാർ പൊട്ടിയ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു കാര്യം വെച്ചുകൊണ്ട് ഒരു മനസമാധാനമില്ലാതെ ഇതിൻ്റെ താഴെ കിടന്നുറങ്ങുന്ന മനുഷ്യരുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് ഒരു പ്രവർത്തനമാരും ചെയ്യാത്തതെന്താ? ഇത്ര വലിയ പ്രശ്നമാണ്. ഒന്നും കാണില്ല. പിന്നെ മരിച്ചേ പറ്റുള്ളൂ. എല്ലാ മനുഷ്യരും മരിക്കും. ഭൂമിയിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട്, ഇതിനേക്കാൾ വലിയ പ്രളയം ഉണ്ടായിട്ട്, പക്ഷെ അത് നമ്മൾ അനുഭവിക്കണം. പക്ഷേ ഇത് തടുത്തു നിർത്താൻ ഒരു പരിധി വരെ ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റും. ഈ പൊതുജനങ്ങൾ സാധാ മനുഷ്യരിറങ്ങുക. ഇതിനു വേണ്ടി കലാപാഹ്വാനമല്ല, ഇതിനു വേണ്ടി നമ്മൾ എന്ത് വില കൊടുത്തും പ്രതിഷേധം ചെയ്യണമെങ്കിൽ ചെയ്യണം. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. മറ്റ് അവകാശം നേടിയെടുക്കാനല്ല, ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ ഒരു ചെറിയൊരു മനസമാധാനം, ഫുള്ളായിട്ട് മനസമാധാനിക്കാൻ കഴിയില്ല. അത്രയും ആഘാതമാണ് കേരളത്തിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഭൂകമ്പ സാധ്യത കൂടിക്കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളോളം ഈ വെയിറ്റ് അവിടെ താങ്ങി നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ അതൊക്കെ വലിയ കാര്യം, അതൊന്നും പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടത് മുല്ലപ്പെരിയാർ ഇപ്പോഴുള്ള ഘടനയിൽ നിന്ന് ഒന്ന് സേഫാക്കണം. പല ആളുകളും പറയേണ്ടത് താഴെയായിട്ടൊരു ഡാം കെട്ടുക, അതൊന്നും ഒരു പ്രയോജനമില്ല. നീരുറവകളായിട്ട് വന്ന് ചേരുന്ന വെള്ളം പോലെയല്ല ഒരു സംഭവം പൊട്ടിക്കൊണ്ടുവരുന്നത്. അതിനെ തടുക്കാനുള്ള ഫോഴ്സ് അപാര ഫോഴ്സായിരിക്കും. അത് തടുക്കാൻ കഴിയൂല. അത് വലിയ മലകൾ അടുക്കി വെച്ചുകൊണ്ട് തടുക്കേണ്ടി വരും. അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. അത്ര വലിയ കഴിവുകളൊക്കെ ഈ പ്രസംഗിക്കുന്ന ആളുകൾ അത് സംഭവിച്ചിട്ടുണ്ട്. ഭാവനയിൽ പല പ്രാസംഗികന്മാർ പറയും, അവരത് ചെയ്തു, ഈ അത്ഭുതം ചെയ്തു, ആ അത്ഭുതം ചെയ്തു. അതൊക്കെ ഒരു പൈങ്കിളി കഥയായിട്ട് കേട്ട് വിടുക എന്നല്ലാതെ സാധാ മനുഷ്യർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് പറ്റിയത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് സുപ്രീം കോടതിയുടെ ആ ബെഞ്ചിലേക്ക് ഓരോ വീട്ടിലെയും ഓരോ വ്യക്തിയുടെയും ഓരോ പരാതി സുപ്രീം കോടതിയിലെത്തണം. പിഞ്ചു കുഞ്ഞാണെങ്കിൽ എഴുതിക്കൊണ്ട് തമ്പടിച്ചുകൊണ്ട് അതും പരാതിയായിട്ട് വിടണം. മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് ലക്ഷക്കണക്കിന് പരാതികൾ ഒരുമിച്ച്, ലക്ഷോപലക്ഷം പരാതികൾ ഒരുമിച്ച് സുപ്രീം കോടതിയുടെ ബെഞ്ചിലെത്തണം. ഇതിനു വേണ്ടി കുറേ വർഷങ്ങളായിട്ട് റസൽ ജോയ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഒറ്റയാൻ പോരാട്ടം എന്ന രൂപത്തിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു. എന്തുകൊണ്ടോ കുറേ ആളുകളെല്ലാം പിന്മാറി. പിന്നെ ചില പ്രസ്താവനകളിൽ കൂടുതലായിട്ട് രാഷ്ട്രീയം കലർന്നു വരുന്നത് കൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്ന രൂപത്തിലേക്ക് മാറുന്നോ എന്ന സംശയം കൊണ്ടു പല ആളുകളും അതിൽ നിന്ന് മാറി പോവുകയാണ്. ഇത് രാഷ്ട്രീയമല്ല, മതമല്ല, ഒന്നുമല്ല. ഇത് ജീവൻ മരണ പോരാട്ടം മാത്രമാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ വിഷയത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നു, യൂട്യൂബർമാർ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും ജനങ്ങൾ കേൾക്കുന്നു
തള്ളിക്കളയുന്നു. കാരണം കേരളീയർ ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. കേരളത്തിൽ ഇത് ഒരു അപകടം വന്നാൽ അതും സന്തോഷമാണ്, കുറച്ച് ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു ആർമാദിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വിഷയം വന്നാലും കേരളക്കാർക്ക് ആർമാദമാണ്. സ്വന്തം ജീവൻ പോകുകയാണ്, അതിലും ആർമാദിക്കും. അല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ? എല്ലാറ്റിലും ആർമാദം, എല്ലാറ്റിലും വർഗീയത, എല്ലാറ്റിലും രാഷ്ട്രീയം, എല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആർമാദിക്കുക. എല്ലാം ആർമാദം തന്നെയാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ആർമാദമുണ്ട്, അതും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇങ്ങനെ സന്തോഷത്തോടെ നമ്മൾ വിചാരിക്കും കേരളീയർ മാത്രം. നമ്മൾ മാത്രമല്ല, പല നാട്ടിലും ഇതേപോലെ പ്രവർത്തകർ ഇറങ്ങുന്നുണ്ട്, റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ കരുത് കേരളീയർ മാത്രമല്ല, പല ഭാഗത്തും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നു. പക്ഷേ മലയാളികളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടുതൽ നമ്മളെ കാര്യം അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണ്ടത് എല്ലാവരും ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ, ഈ വയനാടിൻ്റെ അപകടം കണ്ടെങ്കിലും എല്ലാ മനുഷ്യരും ഒന്ന് കണ്ണു തുറക്കണം. ഒരു സ്ക്വാഡ് പ്രവർത്തനം നടത്തണം. എല്ലാ വീടുകളിലും കയറി എല്ലാ വീട്ടിലും അതിൻ്റെ ഒരു പ്രാധാന്യം ഒരു നോട്ടീസായിട്ട് അടിച്ചുകൊണ്ട് മനസ്സിലാക്കുക. വാട്സപ്പിലൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല. പഴയ കാലത്ത് നമ്മൾ നോട്ടീസ് അടിച്ചുണ്ടാക്കി അത് വീട്ടിൽ സപ്ലൈ ചെയ്യുന്നത് പോലെ ഓരോ വീടാന്തരം കയറിയിറങ്ങി കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലയിലും ഇതിൻ്റെ കാര്യഗൗരവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെതിരെ ശക്തമായിട്ട് ഒരു പ്രവർത്തനം മലയാളി ചെയ്തേ പറ്റൂ. ചെയ്യണം. ഇല്ലെങ്കിൽ അടുത്ത് തന്നെ മുല്ലപ്പെരിയാർ പൊട്ടി കേരള മണ്ണിലെ മുഴുവൻ ജീവജാലങ്ങളും അറബിക്കടലിൽ ചെന്ന് ഈ മീനുകൾ ഭക്ഷിച്ച് തീർക്കും. ഈ ആർമാദിച്ചു കൊണ്ടിരിക്കുന്ന മലയാളികളും നമ്മൾ പോറ്റുന്ന സർവ്വ ജീവജാലങ്ങളും എല്ലാം കൂട്ടിച്ചേർന്ന് അങ്ങ് അറബിക്കടലിലേക്ക് ചെല്ലുകയും അറബിക്കടലിലെ മീനുകൾ അവിടെ കിടന്ന് ആർമാദിക്കുകയും ചെയ്യും. ഇത് ഉറപ്പാണ്, സത്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു കുഞ്ഞിനെ പോലും ഒഴിവാക്കാതെ എല്ലാവരും ഈ പ്രവൃത്തിയിലേക്ക് ഒരുമിച്ച് ചേരണം. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആരെങ്കിലും കൂടി ആലോചിച്ച് എങ്ങനെ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണമെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. അതിന് അനുസരിച്ച് എല്ലാ കേരളീയരും എല്ലാവർക്കും ഇത് ആവശ്യമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വിദേശങ്ങളിലും അവിടെയെല്ലാം ചോര നീരാക്കിക്കൊണ്ട് ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ, വീടുകൾ, സമ്പാദ്യങ്ങളെല്ലാം സ്വരൂപിച്ച് ഈ ഡാമിൻ്റെ താഴെയും അതിനോടനുബന്ധിച്ച പല സ്ഥലത്ത് കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര ദിവസങ്ങളാണ് കാലാവധി എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ പ്രവാസികളെ, കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ മലയാളികളെ എല്ലാവരും ഒരു കുടക്കീഴിൽ, രാഷ്ട്രീയം വേണ്ട, മതം വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് വേണ്ടത് മുല്ലപ്പെരിയാർ ഫലപ്പെടുത്തണം. അത്ര മാത്രമേ നമ്മുടെ ആവശ്യം പറയുന്നുള്ളൂ. അതിന് പൂർണ്ണ ചെലവ് വഹിക്കേണ്ടത് തമിഴ് ഗവൺമെൻറ്റാണ്. നമ്മുടെ ഒരു 5 പൈസ അതിന് വേണ്ടി ചിലവാക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മെയിൻ പവർ നമുക്ക് കൊടുക്കാം. ഇപ്പോഴുള്ള ഡാമിന് ഒരു ഡാമേജും വരുത്താതെ, ആ വെള്ളത്തിൻ്റെ ഒരു ലെവലും കുറയ്ക്കാതെ, വേണമെങ്കിൽ വെള്ളത്തിൻ്റെ ലെവൽ വേണമെങ്കിൽ ഉയർത്താം. ആ ഡാമിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ചോർത്താതെ, ആ ഡാം പൊളിക്കാതെ, ആ ഡാമിനെ വേണമെങ്കിൽ ഇനിയൊരു 100 വർഷത്തിന് കപ്പാസിറ്റിയോട് കൂടെ നമുക്ക് ബലപ്പെടുത്തുവാൻ കഴിയും. അത്തരത്തിൽ അതിനെപ്പറ്റി ആരെയും ചർച്ച ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ബലപ്പെടുത്തുവാൻ തന്നെ കഴിയും. ഡാമിനകത്ത് ഇതുപോലെയുള്ള പൈലിംഗ്, കോറിങ് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷനുള്ള കോറിങ് ചെയ്യണ്ട. അല്ലാതെ തന്നെ മാർഗമുണ്ട്. വാട്ടർ സോഫ്റ്റ് കോറിങ് ഉണ്ട്. എല്ലാം ചെയ്തുകൊണ്ട് തന്നെ വളരെയേറെ ശക്തിയോടുകൂടെ മുല്ലപ്പെരിയാറിനെ നിലനിർത്താൻ നമ്മളെ കൊണ്ട് കഴിയും. കേരളത്തിലെ വെള്ളമെടുത്തുകൊണ്ട് അവർ കൃഷി ചെയ്ത് കോടാനക്കൂടി അവർ സമ്പാദിക്കുന്നു. വൈദ്യുതി ഉണ്ടാക്കിക്കൊണ്ട് കോടാനക്കൂടി അവർ സമ്പാദിക്കുന്നു. എന്നാൽ വൈദ്യുതിയുടെ പേരിൽ ഭയാനകരമായ കൊള്ള ഓരോ മലയാളിയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളിക്ക് അവകാശപ്പെട്ട വെള്ളമെടുത്തുകൊണ്ട് സർവ്വ മലയാളികളെയും ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് ഈ വെള്ളം കൊണ്ടുപോയി മദ്രാസിൽ അവർക്ക് കോടാനക്കൂടി രൂപ അവർ സമ്പാദിക്കുകയാണ്. അപ്പോൾ എന്തിന് നമ്മൾ ഇങ്ങനെ പൊട്ടന്മാരായി, വിഡ്ഢികളായി ഇവിടെ കാത്തു നിൽക്കണം? ഓരോ മലയാളിയും വിശ്വസിക്കണം. ഓരോ മലയാളിയും എത്രയോ ലക്ഷം കടമാണെന്ന് പറയുന്നു. ഈ നമ്മുടെ പ്രകൃതി വിഭവം കൊണ്ടുപോയി അവർ കാശുണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരു 1/4 ഭാഗമെങ്കിലും തിരിച്ചു തരാൻ പറയണം. അത്തരത്തിലുള്ള ഒരു കരാർ പുതുക്കണം. ഇതിനുവേണ്ടി എല്ലാവരും പ്രക്ഷോഭം ഉണ്ടാക്കണം. തമിഴന്മാരുടെ കാശ് കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏറ്റവും കൂടുതൽ ബലപ്പെടുത്താം. ആർക്കെങ്കിലും അങ്ങനെ വല്ല തീരുമാനവുമുണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടാം. അതിനുള്ള എല്ലാ ടീമുകളുമുണ്ട്. ഇത് ചിരിച്ച് തള്ളിക്കളയേണ്ട കാര്യമല്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതിനെതിരെ പ്രതികരിക്കണം. നമ്മുടെ കേരളീയരെ പേടിയും പ്രതികരണവും ഒരുപാട് സ്ട്രോങ് ആണെന്ന് തമിഴ്നാട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകും. അല്ലെങ്കിൽ ഇനിയും നമ്മുടെ ഈ ആർമാദിച്ച് കേരളീയരുടെ ചാപ്പാട് ഇഷ്ടം പോലെ ഉണ്ട്. മദ്രാസ് പച്ചക്കറിയുണ്ട്, പച്ചക്കറി ബിരിയാണി, കോഴി ബിരിയാണി, ബീഫ് ബിരിയാണി, പുട്ട്, പൂള, കഞ്ഞി, ദിവസം മുഴുവൻ ചാപ്പാട് അടിച്ചുകൊണ്ട് മൊബൈൽ നോക്കി ആർമാദിച്ച് സുഖിച്ച് ജീവിക്കുന്ന കേരളീയരെ, മനുഷ്യരെ നമ്മളെല്ലാവരും അവിടെ അറബിക്കടലിലെ മത്സ്യം കട്ട വെയിറ്റിങ്ങിലാണ്. എന്നിങ്ങ് വരും അന്ന് ചാപ്പാടാക്കാമെന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. ഒരിക്കലും ഫുള്ള് ബോഡിയോട് കൂടെ ആവില്ല ആരും പോവുക. നല്ല പൊട്ടിപ്പൊളിഞ്ഞ്, കൈ മുറിഞ്ഞ്, വിരൽ മുറിഞ്ഞ്, കുടൽമാലകളൊക്കെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കൊണ്ട് കുത്തിയൊഴുകിയാണ് നമ്മൾ അറബിക്കടലിലെത്തുക എന്ന ഒരു ഓർമ്മയോടുകൂടെ ഓരോ നിമിഷവും മലയാളികൾ മുന്നോട്ട് ജീവിക്കുക. എല്ലാവർക്കും സന്തോഷിക്കുക. ഒരു മനുഷ്യരും കേരളത്തിൽ സന്തോഷിക്കാനുള്ള ഒരു വകുപ്പുമില്ല എന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇനിയെങ്കിലും എല്ലാവരും ശക്തിയായിക്കൊണ്ട്, ആരാണോ അതിനെ എതിരെ നിൽക്കുന്നത്, ആരാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്, അവരെ, ആ കള്ള നാണയങ്ങളെ പിടിച്ച് പുറത്തെടുക്കുക.
തേടുക. ആരാണ് ഒറ്റുകാരൻ? ആരാണ് മലയാളികളുടെ രക്തം കുടിച്ച് ഇത്രയും 100 വർഷം 500 വർഷം എന്നാലും ഒരു തകർച്ചയും ഉണ്ടാവില്ല എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്? കോടതിയിലിരിക്കുന്ന ഒരു മനുഷ്യരാണ്, അവർക്ക് കാര്യങ്ങൾ അറിയാം. അവർ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്, എല്ലാം അവർ കേൾക്കും. പക്ഷേ ആ ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അവരുടെ ജഡ്ജ് എന്ന ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നിയമം മാത്രമേ പാലിക്കുവാൻ കഴിയുള്ളൂ. അവരുടെ മുന്നിലേക്ക് വരുന്ന തെളിവുകൾക്ക് അനുസരിച്ച് മാത്രമേ അവർക്ക് വിധി പറയുവാൻ കഴിയുകയുള്ളൂ. അവർ പൊട്ടന്മാരൊന്നുമല്ല. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്കറിയാം. ഒരു കൊലപാതകം നടന്നാൽ ജഡ്ജിക്ക് ശരിക്കറിയാം അവൻ കുത്തിക്കൊന്നതാണ്. പക്ഷേ ആ ചെയറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വിധി പറയണമെങ്കിൽ അതിനൊരു നിയമമുണ്ട്. അത് പ്രകാരമേ അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുള്ളൂ. പക്ഷേ വ്യക്തിപരമായിട്ട് എല്ലാം ജഡ്ജിക്ക് അറിയാം. ജഡ്ജി ഓരോ വക്കീലന്മാരോടും നീ പറയൂ എന്ന് പറയുന്നത് ജഡ്ജിക്ക് അറിയാത്തത് കൊണ്ടാണോ? അല്ല, ജഡ്ജിക്ക് 100% ഈ അവിടെ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് കറക്റ്റ് അറിയാം ഈ മുല്ലപ്പെരിയാർ പൊട്ടും. എത്ര വർഷമായി ഇത് അങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ അത് പൊട്ടും, ജഡ്ജിക്കറിയാം. പക്ഷേ തെളിയിക്കാനുള്ള നിയമപരമായിട്ടുള്ള മാർഗത്തിലേ അവർക്ക് വിധി പറയുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നിയമപരമായ രൂപത്തിൽ തന്നെ ഓരോ കേരളീയനും വ്യക്തമായിക്കൊണ്ട് ഇനിയെങ്കിലും ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ വേണം. എല്ലാവരും ഒരുമിച്ച് ഏത് രൂപത്തിലാണോ ആ ഡാം അവിടെ ബലപ്പെടുത്തുക. ഒരിക്കലും നമുക്ക് പൊളിച്ച് കളയേണ്ട, ഒരിക്കലും അതിലെ വെള്ളം ചോർത്തി കളഞ്ഞ് തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നത് നിർത്തലാക്കണ്ട. കാരണം തമിഴ്നാടിനേക്കാൾ കൂടുതൽ ചാപ്പാടടിക്കുന്നത് മലയാളികളാണ്. അത് മാത്രം ചിന്തിക്കുക. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. എല്ലാ യൂട്യൂബേഴ്സ് ആവട്ടെ, എല്ലാ വാർത്താമാധ്യമങ്ങളാവട്ടെ, എല്ലാവരും ഇതിന് വേണ്ടി പബ്ലിസിറ്റി കൊടുക്കണം. മുല്ലപ്പെരിയാർ പൊട്ടുക തന്നെ ചെയ്യും. ഇനി നമ്മുടെ മുല്ലപ്പെരിയാറിനെ മാത്രമല്ല, നമ്മുടെ മുഴുവൻ ഡാമുകളെയും ഉരുക്കുകൊണ്ട് ബലപ്പെടുത്തിയാലും ശരി, അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ, ഭൂമിയൊന്ന് വൈബ്രേഷൻ ചെയ്താൽ, എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും സേഫായിട്ട് ജീവിക്കുക, എല്ലാവരും സുഖമായിട്ട് ജീവിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക. നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.